ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു മീൻകറി ഉണ്ടാക്കാൻ പോവാണേ. ഇവിടെ മീൻകറിക്ക് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് നല്ല ദശയുള്ള മീനാണ്. ഓക്കെ, പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇടുന്നു. കടുക് ഇട്ടതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ഇടുക. ഒന്നര ടേബിൾ സ്പൂൺ ചുമന്നുള്ളി ചേർക്കുക. 2 പച്ചമുളക് ചേർക്കുക. ഇഞ്ചി 1/2 ടേബിൾ സ്പൂൺ ചേർക്കുക. വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചേർക്കുക. കരിയാപ്പില ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. എനിക്കിവിടെ കിട്ടാത്തതുകൊണ്ടാണ് 2 ചെറിയ കരിയാപ്പില ചേർക്കേണ്ടി വന്നത്. ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നമ്മളിത് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. വഴന്നതിന് ശേഷം സൂസ് മസാല ചേർക്കേണ്ടതാണ്. ഈ സൂസ് മസാല എന്ന് പറയുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ മസാലയാണ് സൂസ് മസാല. ആ സൂസ് മസാല എന്താണെന്ന് അറിയണമെങ്കിൽ ലാസ്റ്റിൽ ഞാൻ റെസിപ്പിയിൽ ചേർത്തിട്ടുണ്ട്. ഈ മൂപ്പിച്ച മസാലയിൽ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കേണ്ടതാണ്. ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ടൊമാറ്റോ ഞാനെടുത്ത് അത് നല്ലോണം അടിച്ച് ജ്യൂസ് പോലാക്കി ചേർത്തതാണ്. ഉപ്പ് നമുക്ക് അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. എണ്ണ തെളിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കൊടംപുള്ളി ചേർക്കേണ്ടതാണ്. ഒരു 3 കൊടംപുള്ളിക്കകത്ത് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് കുതിരാൻ വെച്ചു. അത് കുതിർന്നതിന് ശേഷം ആ കൊടംപുള്ളിയും വെള്ളം കൂടാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ പുറമെ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അത് കുറച്ച് ചേർത്ത് അത് ഇളക്കി നല്ല പരുവത്തിന് ആക്കുക. അതിന് ശേഷം ഗ്രേവി നല്ലോണം തിളക്കുക.
ഗ്രേവി തിളച്ചതിന് ശേഷം മീൻ ഒന്നൊന്നായിട്ട് പറക്കിയിടുക. അടപ്പിട്ട് മൂടി വെച്ച് മീൻ ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അടപ്പ് മാറ്റി ഒന്ന് ചുറ്റിച്ച് വെക്കുക. പിന്നീട് ഒരു പകുതി അടപ്പിൽ വേണം നമുക്ക് മീൻ തിളപ്പിക്കാൻ വെക്കേണ്ടത്. ഇടയ്ക്കെടുത്ത് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ ചാറൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ആയി അടിപൊളി. മീൻ അടപ്പിട്ട് മൂടി വെക്കുക. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ് ഇതിടാൻ നിങ്ങൾ മറക്കരുതേ.